നമസ്കാരം. ഞാൻ നമ്മുടെ അൽത്താഫിൻ്റെ അലിയനായിട്ടാണ് ഈ പടത്തിൽ. അൽത്താഫ് നായകനായിട്ടുള്ള ആദ്യത്തെ ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഈ നമ്മൾ കുറച്ച് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ സിനിമയിലൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഷൂട്ട് കഴിഞ്ഞിട്ടും ആൺകുട്ടികളായിട്ട് പെൺകുട്ടികളായിട്ട് ഇവരൊന്നും പിരിഞ്ഞു പോയിട്ടില്ല. എല്ലാവരും ഇപ്പോഴും ഉണ്ട്. ഞാൻ മാത്രമില്ല, ഞാൻ ഒരു ചെറിയ തിരക്കിൽ പോയി. പക്ഷെ ഇവരൊന്നും ഇതുവരെ ഒരു ദിവസം പോലും പിരിഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അത്രയും 100% ആത്മാർത്ഥതയിൽ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. എനിക്കും വളരെ ഹാപ്പി ആയിരുന്നു. നമുക്കൊരു ഷൂട്ടായിട്ടില്ല തോന്നിയത്. നമ്മുടെ ഒരു അയൽവക്കത്ത് നമുക്ക് സ്നേഹമുള്ളൊരു വീട്ടിലെ കല്യാണം കൂടുന്ന പോലെ ഒരു പ്രതീതിയായിരുന്നു എനിക്ക്. പിന്നെ എല്ലാവരോടും താങ്ക്സ്. എന്നെ ഈ വേഷം ധൈര്യമായിട്ട് ഏൽപ്പിച്ചത്. ഹാപ്പി, ഞാൻ ഹാപ്പി. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഈ ക്യാരക്ടർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. ഐ മീൻ നമുക്ക് എല്ലാ വീടുകളിലും കാണാൻ പറ്റുന്ന നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും അറിയാം നമുക്ക് പിള്ളേരുടെ അടുത്തൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത്. അതുപോലത്തെ ഒരു അമ്മ തന്നെയാണ്. കുറച്ചും കൂടെ സ്ട്രോങ്, വിഷ്വലി ഭയങ്കര രസമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഇതിനെപ്പറ്റി അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ താല്പര്യമില്ല. ബിക്കോസ് സിനിമ കണ്ടിട്ടാണ് പറയേണ്ടത് എത്ര സ്ട്രോങ് ആയിട്ടുള്ള അമ്മയാണെന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും വളരെ സീരിയസ് ആയ ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. ഇതും സീരിയസ് ആണ്. സിനിമയിൽ മൊത്തം ക്യാരക്ടേഴ്സ് സീരിയസ് ആണ്. പക്ഷെ സിറ്റുവേഷൻ വൈസ് നല്ല രസമായിട്ടുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പടമാണ്. അധികം എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഐ മീൻ സിനിമ കണ്ടിട്ട് എല്ലാവരും പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് എത്ര സ്ട്രോങ് ആണ്, എത്ര രസകരമായിട്ടുണ്ട് എന്നൊക്കെ. കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ലുക്കിലൊരു ക്യാരക്ടറാണ്. ഇങ്ങനെ കാണുന്ന പോലെയല്ല. സോ അതാണ് എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ അതിൽ കിടക്കുന്നത്. സോ ഇങ്ങനെ കാണുമ്പോൾ, സിനിമയിൽ കാണുമ്പോൾ അമ്മ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ആൾക്കാർക്ക് ആക്സെപ്റ്റബിൾ ആവുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് എനിക്കൊന്ന് സിനിമ കഴിയുമ്പോൾ ആയിരിക്കും പറയാൻ പറ്റുന്നത് കാണുന്നവർക്ക്. താങ്ക് യു സോ മച്ച്. പറഞ്ഞിട്ടുണ്ട് 2 മിനിറ്റുള്ളിൽ ഇറക്കി വിടും. ഇല്ല, നമ്മുടെ ഡയറക്ടർ വിനോദേട്ടൻ ചോദിച്ചായിരുന്നു, ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തോടാണ്. ഞാൻ പറഞ്ഞില്ല, ടൗൺ പ്ലാസയുടെ ബില്ലൊരു 50,000 കൂടിയിട്ടേ ഉള്ളൂ. ആദ്യമേ ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരുപാട് ഇവന്റുകൾക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത് അഭിനയിച്ച ഒരു സിനിമയുടെ ആദ്യത്തെ ട്രെയിലറിൽ വെച്ചാണത്. വലിയ സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയണം. കുറേ പേരോട് പറയണം. ഏബിള്, ഷീച്ചേട്ടൻ, വിനോദേട്ടൻ, സഞ്ജുവേട്ടൻ, അങ്ങനെ ഒരുപാട് പേരോട്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ സിനിമ മോഹിച്ച് നടക്കുന്ന ഏതൊരാൾക്കും കിട്ടാവുന്ന ഒരുപാട് ട്രീറ്റ്മെന്റ് കിട്ടിയ ഒരാളാണ് ഞാൻ. ഈ സിനിമയിൽ വരുമ്പോൾ, ഈ സിനിമയുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ ഇപ്പോഴും ഈ ടൈം പോലും ഇതിന്റെ പല കാര്യങ്ങളിലും എന്നെ കൂടെ അവർ ഉൾപ്പെടുത്തി എന്നെയും കൊണ്ടുപോകാറുണ്ട്. പല സ്ഥലങ്ങളിലും പ്രൊമോഷൻ ആയാലും DI ചെയ്യുന്നിടത്തും എല്ലായിടത്തും പോയിരുന്നതൊക്കെ കാണാനുള്ള ഭാഗ്യം ഒരു തുടക്കക്കാരന് കിട്ടാമെന്നുള്ളത് ഭയങ്കര ഭാഗ്യമാണ്. അതിന് എന്നെ കൂടെ കൂട്ടിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മൾ സാധാരണ ഈ ഓരോ സിനിമ ഇവന്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിലൂടെ അഭിനയിച്ചവരും അതിൻ്റെ പിന്നണി പ്രവർത്തിച്ചവരും എല്ലാവരും തമ്മിലുള്ള വൈബും കാര്യങ്ങളും ഇന്റർവ്യൂസിലും അല്ലെങ്കിൽ അവരിതുപോലെ ഫംഗ്ഷനിൽ വന്ന് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി സിനിമ പോയിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും നമുക്കും അതുപോലെ എന്താണ് സംഭവിക്കുന്നത്. അതുപോലെ എനിക്കത് സംഭവിച്ചത് ഈ സിനിമയിലാണ്. കാര്യം അജയ് വാസുദേവൻ ഉൾപ്പെടെയുള്ള വലിയ ഡയറക്ടേഴ്സ് എനിക്കിപ്പോൾ വേണമെങ്കിൽ പറയാം എൻ്റെ സിനിമയിൽ ഏറ്റവും അടുത്ത ചേട്ടന്മാരാണെന്ന് പറഞ്ഞ് എനിക്ക് എടുത്ത് പറയാം ചേട്ടനാണെന്നൊക്കെ. അങ്ങനെയുള്ള സൗഹൃദം തന്ന സിനിമയാണ്. ഇപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന സിനിമയാണ്, പഠിപ്പിച്ച സിനിമയാണ്. പിന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു സീനാണെങ്കിൽ കൂടി ആ സിനിമയുടെ കഥയ്ക്ക് അല്ലെങ്കിൽ സിനിമയുടെ പോക്കിന് നമ്മുടെ ആ ഒരു സീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അതുപോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം ചെയ്ത സിനിമ കൂടിയാണ്. അപ്പോൾ ഈ സിനിമയിൽ ഒരുപാട് പേരെ നോക്കിയിട്ട് അവസാനം എന്നിലേക്ക് ഈ കഥാപാത്രത്തെ എത്തിച്ച, അല്ലെങ്കിൽ എൻ്റെ പേര് പറഞ്ഞ ഏബിളിന് ഒരുപാട് നന്ദി. എനിക്ക് പകരം ഒരുപാട് ആൾക്കാർ അവർ നോക്കിയതാണ്. പക്ഷേ ആ തിരക്കായി എനിക്ക് പകരം നോക്കിയ ആൾക്കാരൊക്കെ തിരക്കായതിനും അവരോട് നന്ദി. അവർക്ക് ആ തിരക്കാവാൻ ആ സിനിമകൾ കൊടുത്ത ആ ഡയറക്ടേഴ്സിന് നന്ദി, ആ പ്രൊഡ്യൂസേഴ്സിന് നന്ദി. ഒപ്പം ദൈവത്തിനോട് ഒരുപാട് നന്ദി. അപ്പോൾ മെയ് 24-ാം തീയതി എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഒരു 2 മണിക്കൂർ സംതിങ് ഉറപ്പായിട്ട് ചിരിക്കാം. പിന്നെ ഉറപ്പായിട്ട് ചിരിക്കാം. പിന്നെ ഇത് അല്ല, ഇതൊക്കെ അറിയാമോ? കഴിഞ്ഞു ഇല്ല, ഇനി ഒരു കൈയടി കൂടെ. സ്വാഭാവികമായിട്ടും ആദ്യത്തെ സിനിമയ്ക്കാണ് ഇത്രയും വലിയൊരു ലോഞ്ച് ഒക്കെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ? അല്ല, സിനിമ ചെയ്തിട്ട് എനിക്കറിയാം. അനന്തപുരം കാക്കിപ്പടം ഞാൻ പഠിച്ചു.
അല്ല വന്നപ്പോ നല്ലൊരു കാര്യം കൊടുക്കാം. ഇത് ഇങ്ങനെ നിരവധി വലിയ വലിയ സിനിമകളുടെയും ചെറിയ ചെറിയ സിനിമകളുടെയും ഭാഗമാവാൻ പറ്റിട്ട് അഖിലിന്